ശനിയാഴ്ചത്തെ LD ക്ലർക്ക് പരീക്ഷ എഴുതാൻ പോയവരിൽ നിന്ന് KSRTC അമിത നിരക്ക് ഈടാക്കിയതായി ആക്ഷേപം. തിരുവനന്തപുരം പാലോട് നിന്ന് കൊല്ലത്തേക്ക് റിസർവ് ചെയ്ത് പോയവർക്കാണ് ഇരട്ടി നിരക്ക് നൽകേണ്ടി വന്നത്. എന്നാൽ ചേർത്തല വരെ സർവീസ് നടത്തിയ ബസ് എൻഡ് ടു എൻഡ് സർവീസ് ആയതിനാൽ റിസർവ് ചെയ്ത് പോയവർക്ക് നിരക്ക് കൂടുമെന്നാണ് KSRTCയുടെ വിശദീകരണം. ബസ് എൻഡ് ടു എൻഡ് സർവീസാണെന്ന് ഒരറിയിപ്പും നൽകിയിരുന്നില്ലെന്നും യാത്രക്കാർ പറയുന്നു. LD പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഓൺലൈൻ ബുക്കിംഗ് സൗകര്യത്തോടെ സ്പെഷ്യൽ സർവീസ് ഉണ്ടെന്ന് കാണിച്ച് പാലോട് ഇൻസ്പെക്ടർ ഇൻചാർജ് അയച്ച സന്ദേശമാണിത്. ഇതിൽ രാവിലെ 6:30 പാലോട് നിന്ന് ചേർത്തല പോകുന്ന ബസ്സിനാണ് പാങ്ങോട് സ്വദേശി നജീബിന്റെ മകൾ 2 ടിക്കറ്റ് റിസർവ് ചെയ്തത്. കല്ലറ നിന്ന് കൊല്ലം വരെ 2 പേർക്ക് 436 രൂപ. ബുക്കിംഗ് ചാർജ് ഉൾപ്പെടെ ഒരാൾക്ക് 218 രൂപ. സാധാരണ നിരക്ക് 108 രൂപ മാത്രമായിരിക്കെയാണ് KSRTCയുടെ ഈ കൊള്ള. KSRTC ഏർപ്പെടുത്തിയ ഈ പുതിയ സംവിധാനം ഞങ്ങൾ അറിയുകയോ അല്ലെങ്കിൽ KSRTC 2 ദിവസം മുമ്പ് വാട്സപ്പുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുള്ള സൗകര്യാർത്ഥം ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമെന്ന് അറിയിച്ച ആ അറിയിപ്പിലൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് എൻഡ് ടു എൻഡ് ടിക്കറ്റ്. ഗതാഗത മന്ത്രിക്ക് പരാതി കൊടുക്കാനാണ് നജീബിന്റെ തീരുമാനം. അപ്പോൾ അത് നമുക്ക് താങ്ങാൻ കഴിയുന്നതല്ല. ഇത്തരത്തിൽ കേരളത്തിൽ 100 കണക്കിന് വരുന്ന കുട്ടികൾ കഷ്ടപ്പെട്ട് അവരുടെ രക്ഷിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് KSRTC കൊള്ളയടിക്കുന്നത് പോലെ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻഡ് ടു എൻഡ് സർവീസിൽ ബുക്കിങ്ങിന് ഇരട്ടി നിരക്കാണെന്ന് എത്ര സാധാരണ യാത്രക്കാർക്ക് അറിയാം. KSRTCക്ക് സാമ്പത്തിക നഷ്ടമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അതിന്റെ പേരിൽ സാധാരണ ജനങ്ങളിൽ നിന്ന് കൊള്ള നിരക്ക് ഈടാക്കാമോ? തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രാജീവിനൊപ്പം RB സനു, മീഡിയ 1.